അസ്സലാമു ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പഴങ്കഞ്ഞിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പം ഇതിലേക്ക് ആദ്യം കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഉപ്പും പച്ചമുളകും പൊടിയും കൂടി ചതച്ച് മാറ്റി വെക്കുക. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും ഉണ്ടാവുക. പിന്നെ നല്ല പഴങ്കഞ്ഞിൻ്റെ കൂടെ കപ്പയൊക്കെ കൂട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം എനിക്ക് അതിനൊരു തൊട്ട് കൂട്ടാനായിട്ട് ഓംലേറ്റാണ് ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ സൈഡ് കൂട്ടാനായിട്ട് പിന്നെ നല്ല ഉണക്കൽ, എനിക്ക് മാന്തളാണ് കിട്ടിയത്. ഞാൻ ഉണക്കൽ മാന്തൾ നല്ലോണം കായൊക്കെ തേച്ചിട്ട് മുളകും മഞ്ഞളും ഉപ്പൊക്കെ തേച്ച് നല്ലോണം പൊരിച്ചു. പിന്നെ കഞ്ഞിയിലേക്ക് നല്ല കട്ട തൈരിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കഞ്ഞി ആവശ്യത്തിന് നമുക്ക് എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ അതെടുത്തതിന് ശേഷം അതിലേക്ക് നല്ല കട്ട തൈര് ഒഴിച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കുത്തി വെച്ചിട്ടുള്ള ആ ചമ്മന്തിയില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, പിന്നെ കുറച്ച് തക്കാളി ഉണ്ടെങ്കിൽ കാണാനൊരു ഭംഗിയായിരിക്കും, കടിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. പിന്നെ ബിഗ് ഓനിയൻ വലിയ ഉള്ളി കുറച്ചരിഞ്ഞത് അതിലേക്ക് ഇട്ടാൽ നമുക്കൊരു കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇതെല്ലാം കൂട്ടി ചേർത്ത് നല്ലോണം പാകത്തിന് ഉപ്പും ചേർത്ത് ഇളക്കുക. അങ്ങനെയാണ് കേട്ടോ ഞാൻ എൻ്റെ സ്റ്റൈലാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണല്ലോ ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ അകത്ത് കപ്പയും തലേന്നത്തെ നല്ല മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ, മീൻ മുളകിട്ടതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിന് തൊട്ട് കൂട്ടാൻ. പക്ഷെ ഞാൻ ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇതിലിട്ടിട്ടുള്ളൂ. പിന്നെ ഒരു സൈഡ് കറിക്ക് ചെറിയൊരു കറി ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഇത് നല്ലവണ്ണം കുഴച്ച് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങനെ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തലേന്നത്തെ ചോറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.